കളകളമൊഴുകും പുഴകളും അരുവിയും, കളകളമൊഴുകും പുഴകളും അരുവിയും, മാമലമേലെ മഞ്ഞിൻ കൂടും കാടും കടലും കണ്ടാലാരും മോഹിക്കും. വശ്യവിലാസിനി വിശ്വവിനോദിനി കഥകളിയൊപ്പന തെയ്യം തകതക പൂരം പൊടിപൂരം, ഓളം കീറിപ്പായും ചുണ്ടനും കാടു ചേർന്നു നടക്കും വീരനും, അനന്തനുറങ്ങും മണ്ണും തിന്നി സാഗര റാണിയെ സാക്ഷാൽ കൊച്ചി. കാണാൻ എന്തൊരു ചേലാണ്, കാണാൻ എന്തൊരു ചേലാണ്, മനസ്സു നിറയ്ക്കും നാടൻ കേരളം, കേരളം മനോഹരം, കേരളം, കേരളം മനോഹരം. കൊച്ചിയിൽ നിന്ന് ഏകദേശം ഒരു 3.5 മണിക്കൂർ യാത്ര ചെയ്ത് നമ്മൾ നെന്മാറയിലെത്തി. നെന്മാറയിൽ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ താണ്ടിയിട്ടാണ് പോത്തുണ്ടി ചെക്ക് പോസ്റ്റ്. ഇത് പോത്തുണ്ടി ചെക്ക് പോസ്റ്റ്. ചെക്ക് പോസ്റ്റ് വന്ന് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷമേ നമുക്ക് അകത്തേക്ക് കടക്കാൻ പറ്റൂ, കാരണം ഇനി വനമാണ്. അപ്പോൾ യാത്ര തുടരുന്നു. കേരളം മനോഹരം എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞാൻ പോകുന്നത് നെല്ലിയാമ്പതിയിലേക്കാണ്. അങ്ങനെ കൊച്ചിയിൽ നിന്ന് ഏകദേശം ഒരു 3.5 മണിക്കൂറോളം യാത്ര ചെയ്തിട്ട് ഇപ്പോൾ നെല്ലിയാമ്പതിയിലെ ഹിൽ വാലി ഫാം ഹൗസ് സീനത്ത് രവിവർമ്മ എസ്റ്റേറ്റ്, നെല്ലിയാമ്പതി, പാലക്കാട്. ഈ തമ്പ്രാങ്കാട്ടിനുള്ളിലെ, നെല്ലിയാമ്പതിയിലെ തമ്പ്രാങ്കാട്ടിനുള്ളിലെ ഹിൽ വാലിയിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. കേരളം മനോഹരം എന്ന ഈ പ്രോഗ്രാമിലൂടെ നാടിൻ്റെ നാനാഭാഗത്ത് ഇങ്ങനെ കൗതുകമുള്ള കാഴ്ചകൾ തേടി ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നെല്ലിമരങ്ങളുടെ നാടായ നെല്ലിയാമ്പതിയിലാണ് ഞാൻ. ഇന്നത്തെ യാത്ര ഇവിടെ തുടങ്ങും. റെഡി? അപ്പാ ഇത് സാഹസികത നിറഞ്ഞ ഒരു യാത്ര തന്നെയാണ്. കാരണം നമ്മളിങ്ങനെ ജീപ്പിലാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ എങ്കിലും ഞാനിങ്ങനെ ഈ കാഴ്ച നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ട് ഇറങ്ങിയത്. ഏറ്റവും കൗതുകമുള്ള കാഴ്ച ഇതാണ്. ഇതെന്താ മനസ്സിലായത്? ഇത് സാധാരണ മണ്ണിടിഞ്ഞ് വീഴുന്ന പോലെ വീണയല്ല. ഇത് ആന കൊമ്പ് കൊണ്ട് കുത്തി മണ്ണിങ്ങനെ ചൂട് കുറയ്ക്കാനായിട്ട് തൻ്റെ മുകളിലേക്ക് വാരി എറിയും. എന്നിട്ട് ഇങ്ങനെ അത് തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ ഉരയ്ക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ഇവിടെ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റും. നെല്ലിയാമ്പതിയിലെ കാട്ടുവഴികളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ആനത്താരകൾ കാണാം. ആനകൾ ഇറങ്ങി വരുന്ന വഴികൾ കാണാം. ആന മണ്ണ് കുത്തിയെടുക്കുന്ന സ്ഥലം കാണാം. ഇതിപ്പോ ഈ പാറ ഇത്രയും പോളിഷ്ഡായി കാണാൻ കാര്യം എന്ന് അറിയാമോ?
ആന തന്റെ ദേഹം കൊണ്ട് ഒരയ്ക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഇവിടെ വരുമ്പോ നമുക്ക് അതിനെ അറിയാൻ പറ്റും. ഇതിപ്പോ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും. ആ മണ്ണ് പുറത്തിട്ട് നമ്മൾ വാരി വരുമ്പോ ഇവിടെ ഒന്ന് പുറം ഉറക്കിണ്ടാവും. ഇവിടെ മണ്ണ് വാരിട്ടിട്ട് ഇവിടെ ഒന്ന് പുറം കൊണ്ടുവരയ്ക്കും. പുറം കൊണ്ടുവരും. അപ്പൊ നമുക്ക് അടയാളമാണ് ഇവിടെ ആന വന്നിട്ടുണ്ട്, ഈ റോഡിൽ കൂടെ അടയാളമാണ്. അപ്പൊ ഇപ്പൊ പക്ഷെ നമ്മൾ മണ്ണ് അത്ര ഇന്നലെ എപ്പോഴോ ഇളക്കിയിട്ടതായിരിക്കും അല്ലേ? വന്നപ്പോ ഇളക്കി. ആ ശരി, ഇനി ഇതുപോലുള്ള കാഴ്ചകളുണ്ട്, നമുക്ക് പോകാം. നെല്ലിയാമ്പതി കാടുകളിലൂടെ പോകുമ്പോ ഇരുളും വെളിച്ചവും ഇങ്ങനെ ഒളിച്ച് കളിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ചിലപ്പോ ചില നേരങ്ങളിൽ ഇപ്പൊ വെളിച്ചം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില സമയത്ത് നല്ല കൊടും കാടിനൂടെ പോകുന്ന ഒരു ഫീതി ഉണ്ടാവും. നമുക്ക് ഒരു വല്ലാത്ത ഒരു തരത്തിലുള്ള ഇരുളായിരിക്കും അന്നേരം ഉണ്ടാവുന്നത്. അപ്പൊ ഇപ്പൊ നല്ല വെളിച്ചം വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇരുളും വെളിച്ചവും ഒളിച്ച് കളിച്ച് നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇത് അയ്യപ്പൻ തിട്ട്. നെല്ലിയാമ്പതിയിൽ വന്നു പോകുന്നവർ ദർശിക്കാനായി എത്തുന്നൊരിടം, ഒരു അയ്യപ്പ ക്ഷേത്രം. നമ്മളിങ്ങനെ കാട് കയറി വരുമ്പോൾ മലമുകളിൽ കാണുന്ന ഇത്തരം ദേവാലയങ്ങൾ നൽകുന്നൊരു ദിവ്യമായ അനുഭൂതി പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ഇത് അയ്യപ്പൻ തിട്ട്. ഇതുപോലെ ഈ വഴിയോരങ്ങളിൽ, ഈ മലമുകളിൽ നമുക്ക് കാണാം മറ്റു പല ദേവാലയങ്ങൾ. അയ്യപ്പൻ തിട്ടിലെ വാച്ച് ടവർ. പ്രകൃതി എത്ര സുന്ദരിയാണ്. ഇളവെയിലും മഞ്ഞു പുതച്ചു കിടക്കുകയാണ്. നെല്ലിയാമ്പതിയിലെ മനോഹരമായ കാഴ്ച. അയ്യപ്പൻ തിട്ടിന് സമീപമുള്ള വാച്ച് ടവറിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഗവൺമെന്റ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം നെല്ലിയാമ്പതി. ഫാം ഹൗസിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. നമസ്തേ. നമസ്കാരം. അപ്പൊ നമ്മളിങ്ങനെ നെല്ലിയാമ്പതിയിൽ എത്തിയപ്പോൾ ഓറഞ്ച് ഫാമിനെ പറ്റി ഒരുപാട് കേട്ടു. അപ്പൊ ഇവിടുത്തെ മാനേജറാണ്. പേര് ദേവി കീർത്തന. എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ വരുമ്പോ ഒരു സഞ്ചാരി വരുമ്പോ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ഈ ഫാം ഹൗസിനകത്ത് എന്തൊക്കെയുള്ളത്? ഈ ഫാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഏകദേശം 208 ഹെക്ടർ ഏരിയ ഉണ്ട്. അതിൽ നമ്മൾ ഏകദേശം 171 ഹെക്ടറോളം ഏരിയ പലവിധ കൃഷികൾ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ ഈ ഫാമിന്റെ പേര് സൂചിപ്പിച്ചതുപോലെ തന്നെ ഓറഞ്ച് ആണ്. നമ്മൾ 20 ഹെക്ടറോളം ഓറഞ്ച് കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ. അതുകൂടാതെ പാഷൻ ഫ്രൂട്ട് ഉണ്ട്. പാഷൻ ഫ്രൂട്ട് നമുക്ക് 10 ഹെക്ടറോളം ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഗോവ അത് 25 ഹെക്ടറോളം ഏരിയ നമുക്ക് ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ ചെടികളുടെ സെയിൽസ് കൗണ്ടർ. ഇവിടെ നമുക്ക് വാങ്ങിക്കൊണ്ട് പോവാം. പക്ഷെ ഇവിടെ ഈ മഞ്ഞത്തും തണുപ്പിലും ഒക്കെ വളരുന്ന ചെടികളല്ലേ കൂടുതലുള്ളത്? അങ്ങനെയല്ല, നമ്മൾ പ്ലെയിൻസിനും കൂടി ഉള്ള ചെടികൾ നമ്മൾ ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്താന്ന് വെച്ചാൽ ഈ കാലാവസ്ഥയിൽ പൂക്കൾക്ക് കുറച്ചും കൂടി നിറവും ആ ഒരു വലുപ്പവും കിട്ടും താഴത്തേക്കാളും. ചില നല്ല പൂക്കൾ കാണുമ്പോൾ നമ്മളിപ്പോ ഇത്ര ഈ തണുപ്പുള്ള പ്രദേശങ്ങളിൽ വരുമ്പോ നമ്മുടെ ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോഴേ നമുക്ക് ഇഷ്ടപ്പെടുന്ന ചില ചെടികളുണ്ടാവും. ആ ചെടികൾ നമ്മൾ ആരും അറിയാതെ അടർത്തി കൊണ്ടുപോയി വീട്ടിൽ കൊണ്ട് വെക്കുമ്പോ പട്ടു പോകുന്നത് എന്തുകൊണ്ടാണ്? അതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, പ്ലെയിൻസിന് പറ്റിയ ഇതുണ്ടായിരിക്കും. അതെ അതെ. എനിക്ക് തോന്നുന്നു ഈ ഇത്തരം പ്രദേശങ്ങളുള്ള ചെടികൾക്ക് ഭംഗി, അതായത് നിറം ഭയങ്കര കാലാവസ്ഥ കാരണമാണ്. അത് നല്ല തണുപ്പും ചെടികൾക്കും അതേപോലെ ഫ്രൂട്ട്സിനും
ബെസ്റ്റ് ക്ലൈമറ്റ് ആണ് ഇവിടെ ഉള്ള. ഈ ഓറഞ്ച് ഫാം ഇങ്ങോട്ടാണ് അത് ഇവിടെ കാണുന്നത് എന്തൊക്കെയാണ്? ഇത് പോളിഹൗസ് ആണ്, നമ്മുടെ ഓർക്കിഡ് പോളിഹൗസ് ആണത്. ഇതാണ് നമ്മുടെ ഓർക്കിഡ് പോളിഹൗസ്. ഇവിടെയുള്ള മെയിൻ വെറൈറ്റീസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഈ ഫാമിൽ ഓൺസിഡിയം വെറൈറ്റീസ് ആണ് കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത്. അതുകൂടാതെ ഫലനോപ്സിസ് ഉണ്ട്, ഡെൻഡ്രോബി ഉണ്ട്, പിന്നെ വാൻഡ ഉണ്ട്. പിന്നെ അതുകൂടാതെ സക്ലന്റ് പ്ലാന്റ്സ്, ഇത് ക്രിസ്മസ് കാറ്റസ് എന്ന് പറയുന്ന സംഭവമാണ്. നെല്ലിയാമ്പതിയിലെ സർക്കാർ സംവിധാനത്തിലുള്ള ഓറഞ്ച് ഫാമിലേക്കാണ് ഞാൻ എത്തിയത്. ഓറഞ്ച് ഫാമിൽ എത്തുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഓറഞ്ച് മാത്രമായിരിക്കും. പക്ഷേ ഓറഞ്ച് മാത്രമല്ല, നിരവധി പച്ചക്കറികൾ, പൂക്കൾ, പഴങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ചെടികൾ ഒക്കെ ഇങ്ങനെ സമ്പന്നമായി നിൽക്കുകയാണ്. നമ്മളീ കാണുന്നത് തന്നെ ഇത് എന്താ പറയുന്നത്, ഒരു ക്രിയേറ്റ് ചെയ്ത ഒരു ആമ്പൽത്തോട്ടമാണ്. ആമ്പൽ ഇങ്ങനെ ചെന്താമര എന്ന് പറയുന്ന ആമ്പൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ് മനോഹരമായിട്ട്. പൂക്കളിങ്ങനെ ജമന്തിപ്പൂക്കളും വെന്തിപ്പൂക്കളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട്. ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ അവിടെ കാണുന്നതൊക്കെ ഓറഞ്ച് മരങ്ങളാണ്. ആ ഭാഗത്തൊക്കെ ഇനിയിപ്പോൾ കുട്ടികളെ ആകർഷിക്കാനായിട്ട് കുട്ടികൾക്കായിട്ടുള്ള കളിയിടങ്ങൾ കൂടി സജ്ജമാക്കുന്നുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക് എത്തുമ്പോൾ സാധാരണ മഞ്ഞും മലയും പുഴയും കാടും ഒക്കെയാണ് കാണാറുള്ളത്. പക്ഷേ ഇവിടെ ഫാം ഹൗസിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഫാം ടൂറിസം കൂടി വളരെയധികം പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറായി എന്നുള്ളത് ഒരു മലയാളി എന്ന നിലയിൽ, ഒരു കേരളീയൻ എന്ന നിലയിൽ അഭിമാനം കൊള്ളുകയാണ്. കാരണം നമ്മുടെ ടൂറിസം വകുപ്പ് അതിന് അധികം പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ സഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലേക്ക് സജ്ജമാക്കുകയാണ്. ഓറഞ്ച് ഫാം ആൻഡ് വെജിറ്റബിൾ ഹൗസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി അകത്ത് കയറി. പക്ഷേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, കുറേ ചെടികളൊക്കെ ഉണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, നാളെ ഞാനിങ്ങനെ അന്വേഷിച്ചിടക്കായിരുന്നു. ഇതെന്താ സംഭവം ഇതൊക്കെ? ഇത് കോളിഫ്ലവർ ആണ്, അത് ക്യാരറ്റ്, ഇത് ക്യാരറ്റ്, ഇത് ചൈനീസ് ക്യാബേജ്. ഇത് കൃഷി ചെയ്യുന്നത് അനുവദനീയമായ രീതിയിൽ വളങ്ങളും അതേപോലെ തന്നെ മെയിനായിട്ട് ഓർഗാനിക് ആണ്. ഇത് നമ്മൾ എവിടേക്കാണ് കൊടുക്കുന്നത്? ഇവിടെ നേരിട്ട് വന്ന് വാങ്ങാൻ പറ്റുമോ? ഇവിടെ നമുക്ക് ഫാമിന്റെ തന്നെ ഒരു സെയിൽസ് കൗണ്ടർ ഉണ്ട്. അതുകൂടാതെ നമ്മൾ ഹോർട്ടികോപ്പിന് കൊടുക്കുന്നുണ്ട്. അവരവരുടെ പ്രീമിയം ഔട്ട്ലെറ്റ് വഴിയാണ് അത് ഇവിടുത്തെ പ്രോഡക്ട്സ് ഒക്കെ വിൽക്കാറ്. ഓക്കെ. അപ്പോൾ എന്തായാലും വലിയ സന്തോഷമായി. കാരണം ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ആരോഗ്യം, സാധാരണ ഈ കാടിനുള്ളിലേക്ക് കയറുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം നല്ല ഓക്സിജൻ ശ്വസിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇവിടെ വരുമ്പോൾ നല്ല ഇത്തരം വിഭവങ്ങളോട് കാണുമ്പോൾ പൂർണ്ണ സംതൃപ്തമായിട്ട് മനസ്സിന് വളരെ സന്തോഷത്തോടു കൂടി നെല്ലിയാമ്പതി വിട്ടിറങ്ങുന്ന ഓരോ സഞ്ചാരിക്കും ആത്മാഭിമാനത്തോടെ ഇറങ്ങിപ്പോകാൻ പറ്റും. ഒരു കേരളീയനാണെങ്കിൽ ഞാനൊരു കേരളീയനാണെന്ന അഭിമാനത്തോടെ, അല്ലേ? നമ്മൾ ഓറഞ്ച് ഫാമിലേക്കാണ് വന്നതെങ്കിലും ഓറഞ്ചിന് മാത്രമായിട്ട് ഇടവിളയായിട്ട് ഇത് കോളിഫ്ലവർ നട്ടിട്ടുണ്ട്. എങ്കിലും ഓറഞ്ചിൻ്റെ അരികിലേക്ക് നമ്മൾ എത്തിയത്. ഇത് സാധാരണ ഇങ്ങനെ സീസൺ സമയമുണ്ട്, അങ്ങനെയാണ്? ഇവിടെ നമ്മളിപ്പോൾ നോക്കിയപ്പോൾ എല്ലാ സീസണിലും നമുക്ക് കിട്ടാറുണ്ട് ഓറഞ്ച്. മെയിൻ സീസൺ എന്ന് പറയാൻ അങ്ങനെയല്ല, എന്നാലും ഒരു നവംബർ ടു ജനുവരി വരെ ഈൽഡ് കുറച്ച് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും എല്ലാ സീസണിലും കുറച്ച് നമുക്ക് കിട്ടാറുണ്ട്. ഇതിങ്ങനെ നമ്മൾ പറിച്ചെടുത്ത് ഇവിടെ കൗണ്ടർ ഫ്രൂട്ടായിട്ട് വിൽക്കില്ല, നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് സ്ക്വാഷ് ആക്കിയിട്ടാണ് കൊടുക്കാറ്. ഇവിടെ നമുക്കൊരു ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്. 1960-കളിൽ തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പം ഏകദേശം 50 ഐറ്റം പ്രോഡക്ട്സ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. സ്ക്വാഷ്, ജാം, ജെല്ലി, അച്ചാർ, ഉപ്പിലിട്ടത്, മാർമലേഡ്, പിന്നെ റെഡി ടു ഡ്രിങ്ക് ഐറ്റംസ് ഒക്കെ ആയിട്ട്.
ഈ ഓറഞ്ച് ഫാമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മനസ്സ് മുഴുവൻ സന്തോഷമാണ്. കാരണം വിനോദസഞ്ചാരികളെ എങ്ങനെയൊക്കെ ആകർഷിക്കണം, അവർക്ക് മനസ്സിനും കണ്ണിനും കുളിർമയേകുന്ന എത്ര കാഴ്ചകൾ സമ്മാനിക്കണമെന്ന് പ്ലാൻ ചെയ്ത് പഠിച്ച് തയ്യാറെടുത്തിരിക്കുന്ന ഈ സംവിധാനങ്ങൾ കാണുമ്പോൾ അഭിമാനമാണ്. നെല്ലിയാമ്പതിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തങ്ങാനൊരിടം മിക്കവാറും ഈ പറഞ്ഞ നമുക്ക് സാധാരണ ഫാം ഹൗസുകളാണുള്ളത്. ഫാം ഹൗസിൽ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ചുരുങ്ങിയ ബജറ്റ് മുതൽ മാക്സിമം നമുക്ക് ഇത്രത്തോളം അതാണ് ഒരുപാട് ആയിരക്കണക്കിന് രൂപ കൊടുത്തുള്ള ഫാം ഹൗസുകൾ നമുക്ക് താമസിക്കാനായിട്ട് ഗസ്റ്റ് ഹൗസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഓറഞ്ച് ഫാം ഹൗസിലാണ്. ഈ ഓറഞ്ച് ഫാം ഹൗസ് സർക്കാർ സംവിധാനത്തിലാണ് നടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെയും ഉണ്ട് ഗസ്റ്റ് ഹൗസുകൾ. ഇവിടുത്തെ ഗസ്റ്റ് ഹൗസ് ട്രീ ഹൗസ് ഉൾപ്പെടുന്ന ഗസ്റ്റ് ഹൗസാണ്. പിന്നെ ഡോർമെറ്ററി ഉണ്ട്, ഒരു 10ഓളം പേർക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഈ ഓറഞ്ച് ഫാം ഹൗസിൻ്റെ ഇത്തരം സാധ്യതകളെ ഉപയോഗപ്പെടുത്താനായിട്ട് നമുക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാം എന്നുകൂടി ഒരു അറിവായി സമ്മാനിക്കുന്നു. പുവർ മാൻസ് ഊട്ടി എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്ത് വന്നപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുകയാണ്. കാരണം ഒരിടത്ത് വരുമ്പോൾ ഒന്നല്ല അനവധി കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ നിന്ന് ഈ ഓറഞ്ച് ഫാമിൽ നിന്ന് ഞാൻ മറ്റൊരിടത്തേക്ക് പോവുകയാണ്. അവിടെ ഇതിലും മനോഹരമായ കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്ന ഉറപ്പോടെ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഫാം ടൂറിസമാണ് ഏറ്റവും കൂടുതലുള്ളത്. കാരണം നമുക്കറിയാം തേയിലക്കാടുകൾക്കും കാപ്പിത്തോട്ടങ്ങൾക്കും ഈ എസ്റ്റേറ്റുകൾക്കും നടുവിലാണ് മിക്കവാറും ഫാം ടൂറിസം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ താമസ സൗകര്യങ്ങളൊക്കെ വലിയ റിസോർട്ടുകളൊക്കെ ഫാം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണുള്ളത്. ഹിൽ വാല്യൂ അങ്ങനെ ഒരിടമാണ്. നെല്ലിയാമ്പതിയിൽ എത്തിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഫാം ടൂറിസമാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പോൾ ഫാം ഹൗസുകളാണ്. ചെറിയ ബജറ്റിൽ മുതൽ ഇതുപോലെ വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള ഫാം ഹൗസ് വരെ ഇവിടെ സുലഭമാണ്. അപ്പോൾ എന്തായാലും ഇത്രയും സമയം എന്നോടൊപ്പം കൂടിയ എല്ലാ കൂട്ടുകാർക്കും സ്നേഹം പങ്കുവെച്ചുകൊണ്ട് മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കാനായിട്ട് നമ്മുടെ നാട് കേരളം കാത്തിരിക്കുന്നു. അപ്പോൾ കേരളത്തിലുടനീളം ഇങ്ങനെ സഞ്ചരിച്ച് അതിൻ്റെ മനോഹാരിത നിങ്ങൾക്കായി പകർന്നുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി.